അബ്ബ മൂവി ഇറങ്ങിയേക്കാണ്. ഒരു കേസിന്റെ പേര് പറഞ്ഞിട്ട് ഇന്നും ആളുകൾ ആ സിനിമ കാണരുത്, ബോയ്ക്കോട്ട് ചെയ്യണമെന്നുള്ളൊരു ആവശ്യമായിട്ട് എത്തുന്നുണ്ട്. അതെല്ലാം ആ സിനിമയുടെ കളക്ഷനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ബാധിക്കുമായിരിക്കുമല്ലോ. അല്ലെ ഒരു കൂട്ടം ജനങ്ങളത് കാണണ്ടെന്നാണ് തീരുമാനിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ എഫക്റ്റീവ് ആയിരിക്കുമല്ലോ. പക്ഷെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നടൻ്റെ മാത്രമല്ലല്ലോ, അപ്പം ഒരുപാട് പേര് അതിൻ്റെ പിന്നിലുണ്ടായിരിക്കും. ഒരു കേസിൻ്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് സിനിമ ബോയ്ക്കോട്ട് ചെയ്യുന്നതിനോട് യോജിക്കാൻ കഴിയുന്നതാണോ? അത് ഓരോ ആൾക്കാരുടെ എന്താ പറയുക, വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് നമുക്കൊന്നും പറയാനും പറ്റില്ല. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് ഈ പറഞ്ഞ പോലെ വേറൊരു കൂട്ടം ആൾക്കാർക്കും അത് എഫക്റ്റഡ് ആവും. ഇപ്പം ഈ ഒരു കാര്യം വളരെ സെൻസിറ്റീവാണ്. നമുക്കതൊന്നും അതിനകത്ത് കൂടുതലായിട്ട് ഐ ഡോണ്ട് തിങ്ക് എനിക്കെന്തെങ്കിലും അതിനകത്ത് പറയാൻ പറ്റുമെന്നുള്ളത്. സിനിമ നല്ലതാണെങ്കിൽ പ്രേക്ഷകരത് ഏറ്റെടുക്കും. അതിന് കേസുണ്ടോ മറ്റതുണ്ടോ എന്ന് ആരും നോക്കാറില്ല. നല്ല സിനിമയ്ക്ക് നമ്മുടെ കേരളത്തിലെ ആൾക്കാരെല്ലാം നല്ല സ്വീകരണം നൽകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നവും ഈ സിനിമയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു കേസിന്റെ പേര് പറഞ്ഞിട്ട് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു നടന്റെ മാത്രമല്ലല്ലോ, സിനിമ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയുന്നതാണോ? എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അതിന് ഞാൻ യോജിക്കുന്നില്ല. എന്താ അറിയില്ല, നമുക്കിപ്പോൾ അതിനെപ്പറ്റി അറിയില്ലല്ലോ. ഫാൻസ് വിചാരിക്കണത് എന്താ വെച്ചാൽ മൂപ്പരാളെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷേ അവൾക്കൊപ്പം ഉള്ളവർ വിചാരിക്കുന്നത് മൂപ്പരാളെ ചെയ്തു എന്നാണ്. നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. മൂപ്പരാളെ വിശ്വാസമുള്ളവരെന്തായാലും കാണും, ഇല്ലാത്തവർ കാണില്ല. എന്തായാലും ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു നടൻ്റെ മാത്രമല്ലല്ലോ, ഒരുപാട് അണിയറ പ്രവർത്തകർ അതിൻ്റെ പിന്നാലെയുണ്ട്. അപ്പം ഒരു നടൻ്റെ പേര് മാത്രം പറഞ്ഞിട്ട് ഒരു സിനിമ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും യോജിക്കില്ല. പക്ഷെ ഒരു സിനിമയ്ക്ക് ഫാൻസ് കയറുന്നത് ഒരു നടനെ പറഞ്ഞിട്ട് തന്നെയല്ലേ. ആരെങ്കിലും ഡയറക്ടർ ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പോണില്ലല്ലോ. മോഹൻലാലിൻ്റെ സിനിമ ആയതുകൊണ്ട് പോകുന്നു അങ്ങനെയല്ലേ പറയണത്. അപ്പോൾ ഒരു ദോഷം വരുമ്പോഴും അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? അതൊരിക്കലും ഇല്ല. കാരണം അതിൽ അഭിനയിക്കുന്നത് മലയാള സിനിമയുടെ ഏറ്റവും സൂപ്പർ സ്റ്റാർ മോഹൻലാൽ, പിന്നെ ദിലീപേട്ടൻ, എന്തായാലും നല്ല കളക്ഷൻ ഉണ്ടാവും, നല്ല പടമാണ്. നമുക്കറിയാലോ ഈ ബോയ്ക്കോട്ട് ക്യാമ്പയിൻ നടക്കുന്ന അറിയാലോ. അപ്പോൾ ഒരു സിനിമയെന്ന് പറയുമ്പോൾ ഒരു നടൻ്റെ മാത്രമല്ലല്ലോ. ഇല്ല, അത് ഒരു മൂവീസിനെ അത് ബാധിക്കാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ നല്ല കഥ, നല്ല സിനിമയാണ്, തീർച്ചയായിട്ടും ജനങ്ങളെ ഏറ്റെടുക്കുന്നത്. ഒരുപാട് പേര് ഒരു കേസിൻ്റെ പേര് പറഞ്ഞിട്ട് സിനിമ ബോയ്ക്കോട്ട് ചെയ്യണം, കാണരുതെന്നുള്ളൊരു ആവശ്യമായിട്ട് എത്തുന്നുണ്ട്. അതെല്ലാം സിനിമയുടെ കളക്ഷനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോയെന്ന് വെച്ചാൽ പണം പൊട്ടിയാൽ നല്ലതായിരിക്കും. ഒരു സിനിമയെ ബോയ്ക്കോട്ട് ചെയ്യുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്താ അതേ പറ്റിയുള്ള അഭിപ്രായം? ഇപ്പോൾ ഒരു സിനിമയെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. സിനിമ വേറെ, റിയൽ ലൈഫ് വേറെ അല്ലേ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ്.